ചരിത്രം അറിഞ്ഞിരുന്നുവെങ്കിൽ എസ്.എഫ്.ഐ പ്രവർത്തകരെ ഗവർണർ ക്രിമിനലുകൾ എന്ന് വിളിക്കില്ലായിരുന്നുവെന്ന് സ്പീക്കർ എ.എൻ. ഷംസീർ പറഞ്ഞു. ഗവർണറുടെ പേരക്കുട്ടികളുടെ പ്രായമാണ് എസ്.എഫ്.ഐ പ്രവർത്തകർക്ക്. സ്വാഭാവിക പ്രതിഷേധമാണ് എസ്.എഫ്.ഐയുടേത്. ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാൻ എസ്.എഫ്.ഐക്ക് അവകാശമുണ്ടെന്നും അതിന്റെ സ്പിരിറ്റിൽ കണ്ടാൽ മതിയെന്നും സ്പീക്കർ പറഞ്ഞു. വിദ്യാർത്ഥികൾ സമരം ചെയ്യാൻ അവകാശമുള്ള ജനാധിപത്യ രാജ്യമാണ്. സ്വാഭാവികമായും അവർ ചില പ്രതിഷേധം രേഖപ്പെടുന്നു. അത് എസ്.എഫ്.ഐ എന്ന വിദ്യാർത്ഥി സംഘടന കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ സംഭാവനകൾ വലുതാണ്. വിദ്യാഭ്യാസ കച്ചവടം ഇല്ലാതാക്കുന്നതിൽ, കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ നിർത്തുന്നതിലൊക്കെ വലിയ പങ്ക് വഹിച്ച സംഘടനയാണ് എസ്.എഫ്.ഐ. അപ്പോൾ എസ്.എഫ്.ഐക്ക് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്. ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ പ്ലക്കാർഡുകളൊക്കെ ഉയർത്തൽ ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ്. അതിന് അദ്ദേഹത്തെ ആ ഒരു സ്പിരിറ്റിൽ കണ്ടാൽ മതി. അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രാൻഡ് ചിൽഡ്രൻസ് ആവാനുള്ള പ്രായം മാത്രമേ വിദ്യാർത്ഥികൾക്കുള്ളൂ. ആ ഒരു സ്പിരിറ്റിൽ എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എസ്.എഫ്.ഐ എന്ന സംഘടനയുടെ ചരിത്രം അറിയുമെങ്കിൽ അദ്ദേഹം അങ്ങനെ പറയില്ലായിരുന്നു. എസ്.എഫ്.ഐ അത്തരത്തിലൊരു ബ്ലഡി ക്രിമിനൽസിൻ്റെ സംഘടനയാണെന്ന അഭിപ്രായം എനിക്കില്ല. എസ്.എഫ്.ഐ അങ്ങനെ ഒരു ക്രിമിനൽ സംഘത്തിൻ്റെ സംഘടനയല്ല.